ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ മുമ്പ് ഈ ചാനലിൽ തന്നെ നമ്മുടെ ക്യാബിൻ ഫിൽറ്ററിൻ്റെ ഓൾട്ടോ 800ൻ്റെ ക്യാബിൻ ഫിൽറ്റർ ൻ്റെ പൊസിഷനും അത് ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഫിൽറ്ററിനെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും, ഈ ആദ്യം ഇരിക്കുന്നത് നമ്മുടെ ഏകദേശം 1 വർഷമായ നമ്മുടെ ഫിൽറ്ററാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വെറുതെ തട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ ഒരു വൈറ്റ് ടോൺ ആയിട്ടുള്ള ഒരു കളറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഞാനിപ്പം ഓൾറെഡി ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത ഫിൽറ്ററാണ്. ഒരു 1 വീക്കായിട്ടേ ഉള്ളൂ. ഈ 1 വീക്കിൽ തന്നെ ചെറിയ തോതിലുള്ളൊരു ഡസ്റ്റൊക്കെ ചെറിയ തോതിലൊക്കെ കയറിയിട്ടുണ്ട്. ആ ഒരു വൈറ്റിൻ്റെ ഒരു ചെറിയൊരു വൈറ്റ് ടോണൊക്കെ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഈ ഓൾട്ടോയിലും നമ്മുടെ ഈ മാരുതിയുടെ ഇത്തരത്തിലുള്ള കുറച്ച് വാഹനങ്ങളിലൊക്കെ ഈ പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് വരുന്നത്. മാരുതിൻ്റെ മാത്രമല്ല, മറ്റ് കുറച്ച് ബ്രാൻഡിൻ്റെ മോഡൽസിലും ഇത്തരത്തിലുള്ള നോർമൽ പേപ്പർ ഫിൽറ്ററാണ് വരുന്നത്. അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലല്ല ഇത്. നമുക്ക് ഈ ടാറ്റയുടെ വണ്ടികളിലൊക്കെ ചിലതിലൊക്കെ കാണാൻ പറ്റും ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമോട് കൂടിയിട്ടുള്ള ഫിൽറ്റേഴ്സ്, ക്യാബിൻ ഫിൽറ്റർ. അത് നമുക്ക് അത്യാവശ്യം ചിലപ്പോൾ ഇതിനെക്കാട്ട് ലാസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് അധികം ലാസ്റ്റ് ചെയ്യില്ല. നമ്മുടെ വാഹനത്തിൻ്റെ യൂസേജൊക്കെ അനുസരിച്ചിരിക്കും. ഇത് കറക്റ്റ് ഏകദേശം 1 ഇയർ ആയിട്ടുള്ള ഒരു ഫിൽറ്ററിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. നമ്മുടെ ഡാഷ്ബോർഡിൽ ഗ്ലോ ബോക്സിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഫിൽറ്റർ ഇവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചുള്ള ഞാൻ വീഡിയോ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് എന്താ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് സർവീസ് ചെയ്തുകൊണ്ട് പോകുന്നൊരു വാഹനമാണെങ്കിൽ, നമ്മൾ കമ്പനി സർവീസ് ചെയ്യുന്നൊരു വാഹനമാണെങ്കിൽ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ സർവീസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കും. ക്യാബിൻ ഫിൽറ്റർ കറക്റ്റായിട്ട് അവർ ചേഞ്ച് ചെയ്യുകയും ചെയ്യും, റെഗുലറായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടി. അല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എങ്കിൽ നിങ്ങൾ ഈ ഫിൽറ്ററിൻ്റെ കാര്യം ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ക്യാബിൻ ഫിൽറ്റർ നമ്മൾ പ്രോപ്പറായിട്ട് അത് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. ഒന്ന്, നമ്മുടെ എ സിയുടെ കൂളിങ് ഒന്ന് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ചിലപ്പോൾ എ സിയുടെ ആ ഫ്ലോ നമുക്ക് നോർമൽ പുതിയ വാഹനം മേടിച്ച ആ ടൈമിലുണ്ടായ ഒരു ഫ്ലോ പിന്നീട് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ഇത് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ. നമുക്ക് പിന്നെ അത്യാവശ്യം പ്യുവറായിട്ടുള്ള ഒരു എയർ ആയിരിക്കില്ല നമ്മുടെ ക്യാബിൻ്റെ ഉള്ളിൽ മൊത്തം സർക്കുലേറ്റ് ചെയ്യുന്നത്. അധികമായിട്ട് ഇതിൽ ഡസ്റ്റ് വന്ന് അടിയുമ്പോൾ ആ ഒരു നീറ്റ്നെസ് കുറയാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നിങ്ങളിപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു കാറാണെങ്കിൽ, നിങ്ങൾ പലരും ഓഫീസിനുമായിട്ടും അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായും ഡെയിലി യൂസ് ചെയ്യുന്ന വാഹനമാണെങ്കിൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ എ സി ഫിൽറ്റർ അല്ലെങ്കിൽ ക്യാബിൻ ഫിൽറ്ററിൻ്റെ പൊസിഷൻ വാഹനത്തിൻ്റെ ഏത് ഭാഗത്താണ് കണ്ടുപിടിക്കുക. നമ്മുടെ ഇന്ത്യൻ റോഡ്സിലുള്ള ഏകദേശം ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളുടെയും ഈ ക്യാബിൻ ഫിൽറ്റർ വരുന്നത് നമ്മുടെ ഈ ഡാഷ്ബോർഡിൻ്റെ ഗ്ലോ ബോക്സ് ഉണ്ടാകും. ഗ്ലോ ബോക്സ് നമുക്ക് ഈസിലി റിമൂവബിൾ ആണ്. അതിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നമ്മൾ നേരെ കാല് വെക്കുന്നതിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും, ഡെയിലി യൂസ് ചെയ്യുന്ന വാഹനമാണെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഈ ഫിൽറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് വാക്യൂം ചെയ്യുകയോ ഒന്ന് വെറുതെ ഇങ്ങനെ തട്ടിക്കളയുകയോ ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള ആ ഒരു പൊടിയും ഡസ്റ്റും എല്ലാം ഏകദേശം അതിൽ വരുന്ന ഈ പുറത്തുള്ള ഡേർട്ട്സൊക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം നിങ്ങൾക്ക് റിമൂവ് ആയി കിട്ടും. ആ ഒരു കളറ് മാറലുണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് അതിലുള്ള ആ ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മോർ ദാൻ 1 ഇയർ, ചില ഫിൽറ്റേഴ്സിൻ്റെ കാര്യത്തിലാണ്, എല്ലാ ഫിൽറ്ററിൻ്റെ കാര്യത്തിലും അല്ല, ചില ഫിൽറ്റേഴ്സ് മോർ ദാൻ 1 ഇയർ നിങ്ങൾക്ക് ഈസിലി ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പേപ്പർ ഫിൽറ്ററാണ് എങ്കിൽ ഇതധികം ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. ഒന്നാമത് നമുക്കിത് വാഷബിൾ അല്ല, ഈ മെറ്റീരിയൽ വാഷബിൾ അല്ല. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഈ നൂല് പോലെയൊക്കെ ഇതിങ്ങനെ പൊന്തി കിടക്കും. ഇതിൻ്റെ ആ ഫിൽട്രേഷൻ, നമ്മൾ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫിൽട്രേഷൻ പവർ പിന്നീട് ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഫിൽറ്റേഴ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി തന്നെ വരും. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് വാഹനം ആയിക്കോട്ടെ, ഏത് ബ്രാൻഡിൻ്റെ ഏത് മോഡലും ആയിക്കോട്ടെ, നിങ്ങളൊരു ഡെയിലി യൂസ് ചെയ്യുന്ന വാഹനമാണെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് സമയം മാത്രമേ നിങ്ങൾക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. നിങ്ങൾക്ക്
ഇത് ജസ്റ്റ് ഒന്ന് ഊരി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ തിരിച്ച് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്യുക. വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എ സീൻ്റെ ആ ഒരു വോളിയം, അത് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, അത് എപ്പോഴും ഒരു പ്രോപ്പറായിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. വേറെ കംപ്ലയിൻസ് ഒന്നും വരില്ല. നിങ്ങൾക്കത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വെറുതെ പുറത്ത് ഈ ഫിൽട്ടർ ചേഞ്ച് ചെയ്യാൻ മാത്രമായിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ടൊന്നും പുറത്തൊന്നും വർക്ക്ഷോപ്പ് പോകേണ്ട ആവശ്യമില്ല. ഞാൻ വർക്ക്ഷോപ്പ് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ചിലർ എ സിയുടെ ഫിൽട്ടർ ഒന്ന് ചെക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്. അതൊക്കെ നിങ്ങൾക്കൊരു എക്സ്ട്രാ കോസ്റ്റാണ് വണ്ടിയുടെ പുറത്ത് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫിൽട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ തന്നെ ഷോറൂമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വെബ്സൈറ്റിൽ നിരവധി ഓൺലൈൻ വെബ്സൈറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് വാഹനത്തിനായാലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ ഫിൽട്ടർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. വലിയൊരു കോസ്റ്റും വരുന്നില്ല.